പശ്ചിമ ബംഗാളിൽ മനോഹരമായ ഒരു ഉജ്ജ്വല വിജയം സമ്മാനിച്ചതിന് ആർക്കാണ് നന്ദി പറയേണ്ടത്? ആർക്കാണ് ഒരു പാരിതോഷികം നൽകേണ്ടത്? അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. പശ്ചിമ ബംഗാളിലുള്ള ഓരോ BJP പ്രവർത്തകനും വർഷങ്ങളായി ഇത്തരത്തിലൊരു വിജയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബംഗാളിൽ കാവിക്കൊടി ഉയർന്നതോടെ അവിടെയുള്ള തൊഴിലാളികളുടെ സന്തോഷത്തിന് അതിരുകളില്ല എന്ന് പറയാം. പാർട്ടി നേടിയ ചരിത്ര വിജയത്തിന്റെ ഓർമ്മയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കാൻ ജമ്മുവിലെ BJP പ്രവർത്തകനും രത്ന വ്യാപാരിയുമായ റിങ്കു ചൗഹാൻ ഒരു വെള്ളി താമര നിർമ്മിച്ചിരിക്കുകയാണ്. ബംഗാളിൽ ഒരു താമര വിരിയാൻ 15 വർഷം കാത്തിരുന്നു. 2 മാസം രാവും പകലും പ്രവർത്തിച്ചാണ് ഈ വെള്ളി താമര നിർമ്മിച്ചത്. 3 കിലോഗ്രാം വെള്ളിയിലാണ് BJPയുടെ പാർട്ടി ചിഹ്നമായ താമര ഉണ്ടാക്കിയത്. ഈ വെള്ളി താമര എന്നെപ്പോലുള്ള BJP പ്രവർത്തകരുടെ ദൃഢനിശ്ചയത്തെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ്. ഈ വിജയത്തിന് പിന്നിലെ പ്രചോദനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. അദ്ദേഹത്തിന് എന്തെങ്കിലും സ്പെഷ്യലായി നൽകണം, സമ്മാനിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJPയുടെ പാർട്ടി ചിഹ്നത്തെക്കാൾ മികച്ചതായി എന്താണുള്ളത്? തന്റെ ഭർത്താവ് ഇതിന്റെ നിർമ്മാണത്തിന്റെ ആഹാരം പോലും കഴിക്കാൻ മറന്നിട്ടുണ്ട് എന്ന് റിങ്കുവിന്റെ ഭാര്യ അഞ്ജലി പറയുന്നു. ഓരോ ചെറിയ കാര്യത്തിലും റിങ്കു തന്റെ ഹൃദയം അർപ്പിച്ചത് എങ്ങനെ എന്ന് അവർ വിവരിക്കുന്നു. മനോഹരമായ, കഷ്ടപ്പെട്ട് നിർമ്മിച്ച, പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച ഒരു വെള്ളി താമരയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. പശ്ചിമ ബംഗാളിൽ പാർട്ടി നേടിയ ശ്രദ്ധേയമായ വിജയത്തിന്റെ സ്മരണയ്ക്കായി പ്രധാനമന്ത്രിയുടെ വസതിയിലോ BJPയുടെ ദില്ലി ആസ്ഥാനത്തോ മോദിജി ഈ വെള്ളി താമര സ്ഥാപിക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷയുണ്ട് എന്നാണ് ചൗഹാൻ പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്തൊക്കെ നൽകിയാലും അത് കുറഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് ബംഗാളിലുള്ള BJP പ്രവർത്തകരും ബംഗാളിലെ ജനങ്ങളും പറയുന്നത്. വർഷങ്ങളായി ശ്വാസം മുട്ടിച്ചിരുന്ന മമതാ സർക്കാർ ഭരണത്തിൽ നിന്നും പുതിയൊരു യുഗത്തിലേക്ക് തന്നെയാണ് ബംഗാൾ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ കീഴിൽ, നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ബംഗാളിൽ ഒരു നല്ല കാലം ഉദയം ചെയ്യും എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. വികസനത്തിന്റെ മറ്റൊരു പാതയിലേക്ക് ബംഗാൾ ഇനി കുതിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ വല്ലാത്ത ഒരു ആവേശത്തിലും സന്തോഷത്തിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശിഷ്ടമായ ഇത്തരം സമ്മാനങ്ങളുമായി അവർ നരേന്ദ്രമോദിക്ക്, തങ്ങളുടെ എന്നെന്നും പ്രചോദനമായ നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലുള്ള സമ്മാനങ്ങളുമായി അവർ മുന്നോട്ട് വരുന്നത്. എന്തായാലും ബംഗാളിൽ മാത്രമല്ല, ഇനി പലയിടങ്ങളിലും, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള തുടക്കങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരണം എന്ന് തന്നെയാണ് BJP സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് രാജ്യത്തിന്റെ ഓരോ മുക്കും മൂലയും ഉള്ള BJP പ്രവർത്തകർ എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.